വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ. സോ നമ്മളിന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിന്റെ വീഡിയോ ആണ്? അങ്ങനെയൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ പറയാം. ഡേ ഇൻ മൈ ലൈഫ് എന്നും പറയാം. പിന്നെ എന്താ സന്തോഷമുള്ള ഒരു കാര്യമാണ് ചേച്ചി നടത്താൻ പോകുന്നത്. ചേച്ചി നാട്ടിൽ പോണ ചേച്ചി ഇവിടുന്ന് നാട്ടിൽ ഒന്നുമില്ല, ജസ്റ്റ് 2 ദിവസത്തേക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. പിന്നെ ഒരു എക്സാം ഉണ്ട്, ആ എക്സാമിന് വേണ്ടി പോവാണ്. ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്, 10 മണിക്ക് എന്തോ ഫ്ലൈറ്റാണ്. സാധാരണ എല്ലാം 2 ദിവസം മുന്നേ ഒക്കെ പാക്ക് ചെയ്ത് ഇപ്പോഴാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് പാക്ക് ചെയ്യാനും പോവുകയാണ്. പാക്കിങ് തുടങ്ങണം. ഫ്ലൈറ്റ് രാത്രി 10 മണിക്കാണ്. ഇവിടുന്ന് ഒരു 6 മണിയാകുമ്പോഴേക്കൊക്കെ ഇറങ്ങണം. സോ ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ മുതൽ. മനസ്സിപ്പോൾ എണിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ എണിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞു. ഫുഡ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ അമ്മ ഉണ്ടാക്കിയത്. പറ. യെസ്, ചിക്കൻ ബിരിയാണി. ഞാൻ ഇപ്പോൾ എണിച്ചിട്ടേ ഉള്ളൂ. എണിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട വ്യക്തി ഏകൊരാണ്. അങ്ങനല്ല, ഞാൻ എണിച്ചിട്ട് പിന്നെ വീഡിയോയ്ക്ക് പിന്നെ നമ്മൾ സാധാരണ കോളേജിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. പല്ലൊക്കെ തേച്ച് ക്രീമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ക്രീം ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ഒരു ടിൻറ്റ് മാത്രമേ ഇട്ടുള്ളൂ. ക്രീം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കുരുവാനുള്ള ക്രീം മാത്രമേ ഇടാറുള്ളൂ, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ഇടാറില്ല. ലിപ്സ്റ്റിക്, ലിപ് ബാം. മാനസയുടെ ഇവിടെ ഹിന്ദി എന്തോ ഹോംവർക്ക് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ഉണ്ട്. നോട്ട്സ് എന്തോ എഴുതിയെടുക്കുകയാണ്. ഇതൊക്കെ ഇന്ന് രാത്രി വേണം പഠിക്കാൻ. അമ്മ ഭീഷണി. പഠിക്കുന്നത് ഞാൻ എന്ത് പഠിക്കും രാത്രി? ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങും. ഞാൻ ഉറങ്ങില്ല. ഉറക്കരാത്ത 24 ഒന്നും പറയില്ല. ചേച്ചി എഴുതുകയാണ്. എനിക്ക് എഴുതി മടുത്തു. ഇത് ചേച്ചി എഴുതണം. ആകെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. ഹായ് മമ്മി. യെസ്, പറയൂ, എന്താ പറയാനുള്ളത്? 9th ഒക്കെ എങ്ങനെ പോണു? തുടങ്ങിയിട്ടേ ഉള്ളൂ, അറിയില്ല. ഇതാ പഠിപ്പിക്കാൻ വേണ്ടി കുറേ ഉണ്ട്. ട്യൂഷൻ, ബാക്കി വീട്ടിൽ അറിയാം. മറ്റു 2 months പീരിയഡ് ടെസ്റ്റിലൊക്കെ അറിയാം. എങ്ങനെയുണ്ട് 9th ഫസ്റ്റ് മാർക്കും. അത് പക്ഷെ റിവീൽ ചെയ്യില്ല എന്ന് മാത്രം. What about you? All the best for everything. All the best for me too, for everything. അല്ലേ? വിശന്നിട്ടിരിക്കുക. എടി സോറി, ഞാൻ അറിയാണ്ട് ഉത്തരം ഇവിടെ എഴുതാക്കി. നീ ഇവിടെ ഒരു ഗ്യാപ്പ്. സോ ഗൈസ്, എഴുതി കഴിഞ്ഞ് എനിക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാനുള്ളൂ, അത് പിന്നെ എഴുതാം. എത്ര നേരം ചേച്ചിയായിട്ട് എഴുതിക്കൊണ്ടത്. ഞാൻ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാം. നമ്മുടെ ബിരിയാണി. ഒരു മിനിറ്റ്. ബിരിയാണി ഇവിടെ റെഡിയാണ്. ചിക്കൻ ബിരിയാണി. അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളിവിടെ കുബൂസും നമ്മുടെ ഹമ്മൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പാക്ക് ചെയ്യാൻ പോകണം. ഇപ്പോൾ സമയം 2 മണിയായി. നമ്മൾ കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 മണിയായി പാക്ക് ചെയ്യാണ്. കുറച്ച് തന്നെ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ പാക്ക് ചെയ്യണം. 6:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം. പിന്നെ പാക്ക് ചെയ്യണം. ഒരു ഹായ് പറ. ഹായ് പപ്പ, ഹായ് പറ. പാക്ക് ചെയ്യണം ഗൈസ്. ഇവിടെ പെട്ടി കെട്ടുകയാണ്. ഇനി ട്രോളിയും കൂടി ഉണ്ട്. സോ ഗൈസ്, നമ്മൾ റെഡിയായി. അങ്ങനെ പാക്ക് എല്ലാം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ ഉറങ്ങി. പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയി. നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഹായ് ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം. ഹായ് പറ. ഹായ് ഹായ്. സോ ഞാനിപ്പോൾ റെഡിയായി. ഇനി പോവുക, ബോർഡിംഗ് പാസ് എടുക്കുക, അവിടെ ഇരിക്കുക. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂംസ്. മാനസയുടെ കോസ്റ്റ്യൂം നടുക്ക്. ഇതാണ് ഇപ്പോൾ മാനസയുടെ കോസ്റ്റ്യൂം. കാറെത്തി ഗൈസ്.
ഇപ്പോൾ ട്രോളി എടുക്കാൻ പോകാം ഗൈസ്. നമ്മൾ ഇവിടെ എയർപോർട്ടിൽ എത്തി ട്രോളി എടുക്കാം. പോകുന്നത് ഞാനും ലഗേജ് കൊണ്ടുപോകുന്നതും അവളും. ഫ്ലാഷ് ഒന്നും വേണം. 2 ദിവസത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. ഹോൾ ടിക്കറ്റ് ഇതിലാണ്. ഇയാൾ നോക്കുന്നത് ഇങ്ങനെ നിൽക്കണേ. ഇവരോട് തന്നെ നമ്മൾ പോയിട്ട് ഇയാളെന്ന് ഉറക്കുന്നത് നിൽക്കണേ ഗൈസ്. ബൈ. അതെവിടെ എനിക്കറിയോ? അങ്ങോട്ട് എങ്ങോട്ടൊക്കെ വരണം. ചേച്ചി പോയപ്പോ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇവിടെ എന്നെ ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് ചേച്ചി പോയപ്പോൾ സങ്കടം, എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിടുന്നില്ല. ആ ചേച്ചി എന്നെ ഇതാ നോക്ക്, വീഡിയോ നോക്ക്. ചേച്ചിയാണ് ഗൈസ് അവിടെ ആരുടെയോ തല. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലാണ്. വിസ്മയ 2 ദിവസത്തേക്ക് ഒരു എക്സാമിന് വേണ്ടി നാട്ടിലേക്ക് വിടാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുവാണ്. ഷീൽ റിട്ടേൺ ബാക്ക് ട്യൂസ്ഡേ. അത് ട്യൂസ്ഡേ ബാക്ക് തിരിച്ചിങ്ങോട്ട് വരും. ഒരു 2 ദിവസത്തേക്ക് നാളെ എത്തും. തിങ്കളാഴ്ച എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ, എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ വരും. ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിരിക്കുക. ഇഫ് ഷീ ഗോട്ട് മാരീഡ്, സങ്കല്പം. അപ്പോൾ ഞങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. അപ്പോൾ അവൾ പോയില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമെന്നാണ് വിചാരിക്കാൻ. അപ്പോൾ ഞാനും ഇവിടെ തന്നെയല്ലല്ലോ. അതിൻ്റെ ഒരു ഇതുപോലെ എങ്ങനെയായിരിക്കും എന്നൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ പപ്പയോടും എന്നോടും ഇവളോടും. അതുകൊണ്ടാണ് അവളങ്ങനെ പറയാം, അമ്മ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്കൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു, ഓ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, പപ്പയ്ക്ക് അതിലേറെ സന്തോഷമായിരിക്കും. ഇവൾക്ക് പിന്നെ ചേച്ചിയുടെ എല്ലാം കാര്യങ്ങളൊക്കെ വീട്ടിലത്തെ കൈകാര്യം ചെയ്ത് കൈക്കലാക്കാൻ സ്വന്തമാക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പെൻസൊക്കെ കമ്മിയാവും, ആയിരിക്കും. ദൂരെയൊക്കെ ഇപ്പോൾ കാനഡയിലോ അമേരിക്കയിലോ എനിക്ക് ദൂരെ കൊടുക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. GCCയിലോ അങ്ങനെയൊക്കെ. ഇന്ത്യയിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ തന്നെ കല്യാണം കഴിക്കുന്ന എനിക്ക് ആഗ്രഹമില്ല. എബ്രോഡ് കൊടുക്കാൻ എനിക്ക് ആഗ്രഹം. യൂറോപ്പ്, ലണ്ടൻ, സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കാനും GCC കൊടുക്കാനും എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. 2 പേര് കേട്ടോ, 2 പേരും അങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ ഐ ഡോണ്ട് നോ എന്താ ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം നടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ഹോപ്പ് അവരുടെ. സോ ഗൈസ്, അവർ പോയി, ചേച്ചി പോയി, പപ്പ വന്നു. She is sad, I know. She is sad. കണ്ണൂടെയൊക്കെ വെള്ളം വരുന്നത്, അതാ കണ്ണൂടെയൊക്കെ വെള്ളം വന്നു, ഡാം വരുന്നു. പപ്പച്ചിക്ക് സങ്കടം.
എന്നെ കണ്ട സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഉണ്ടോ? കുറച്ച് ഉണ്ട് ഗൈസ്. പക്ഷെ 2 ദിവസം സഹിച്ചാൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ട് സോ എവിടെ എന്താ വാങ്ങണേ? ഇതവിടെ ഉണ്ട്. ഓക്കെ. എന്തായി കേട്ടോ? ഇപ്പോഴാണ് ഈ സമാധാനമായത്. സ്റ്റാർബക്സിലൊക്കെ കയറിയിരിക്കണേ. സോ ഗായ്സ് നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഫുഡ് ഉണ്ടാക്കണം ഇനി. ഒരു മൂടില്ലേ, സാധാരണ ചേച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വീട്ടിൽ അതില്ലാത്തതുകൊണ്ട് ഒരു എന്താ പറയുക, നിശബ്ദത അല്ലേ? ഇങ്ങനെ പോരണം കൊടുത്തടിച്ചോണ്ടിരിക്കും. വെറുതെ ഇരുന്ന് ആരും ഇല്ലെങ്കിലും കൂടി ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. നമ്മൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ഇപ്പോൾ സമയം 8:30 ഇവിടെ ഒക്കെ ഈവനിങ് സ്നാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ സാൻഡ്വിച്ച്. പിന്നെ നമ്മൾ കഞ്ഞി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കഞ്ഞി വയ്ക്കാൻ തോന്നുള്ളൂ. ചേച്ചി സ്റ്റാർബക്സിൽ നിന്നൊക്കെ കോഫി വാങ്ങിയിരിക്കുകയാണ്. നേരത്തെ കണ്ടല്ലോ, സ്റ്റാർബക്സ് കോഫി വാങ്ങിയിരിക്കുകയാണ്. സോ സമയം പോണില്ല, അത് മകളില്ലാത്തതുകൊണ്ട്. പിന്നെ ഈ സമയത്തൊക്കെ കൂടുതൽ ചേച്ചിയാണ് ഈ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനിടയ്ക്ക് ട്യൂഷന് പോകും. ചേച്ചിയാണ് അമ്മയുടെ അടുത്ത് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് സമയം പോകണ്ടേ എന്നൊക്കെ പറയണത്. കേട്ടോ, ഞാൻ സമയം ചെയ്തതാണ്. നമുക്ക് ടി വിയും കണ്ടുകൊണ്ട് പോപ്കോണും കഴിച്ചിരിക്കാണ്ട് അമ്മ കൊണ്ടുവന്നു. അമ്മയ്ക്കൊക്കെ അമ്മ കൊണ്ടുവന്നു. ഇവിടെ അടിച്ചു നോക്കി അമ്മ അതവിടെ പച്ചക്ക കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുക. ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി മനസ്സെല്ലാം ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റുന്ന ഇയർഫോൺസ് വെച്ചിരിക്കുന്നു. കേൾക്കണമെന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇപ്പോൾ സമയം 10 മണിയായി. ഞാൻ കീഴടിക്കാനും ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം 10 മണിയായി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കിടക്കുക. ഒരു 11-11:30 ആകുമ്പോഴേക്കും കിടന്നു പോകും. പിന്നെ നാളെയും ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്ന് കുറേ വീഡിയോസ് കിട്ടില്ല. അപ്പോൾ പിന്നെ ഡെയിൻ ലൈഫായിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇന്നത്തെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഉണ്ടാവും. 2 ദിവസം